ഷാർക്ക് അറ്റാക്കുകൾ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ പല ലാംഗ്വേജുകളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഏറ്റവും പുതിയ സിനിമയാണ് 2024 ഫ്രഞ്ച് ലാംഗ്വേജിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുന്ന അണ്ടർ പാരീസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സേവിയർ ജെൻസ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ടീം സ്രാവുകളെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ആഴക്കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടി എടുത്ത് ചാടുന്നു. അവിടെ വെച്ച് ഈ ഷാർക്ക് ഇവരെല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുകയാണ്. അതിലൊരു പെണ്ണ് മാത്രമാണ് രക്ഷപ്പെടുന്നത്. ആ പെണ്ണായിരുന്നു ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഘാതത്തിലാണ് ആ പെണ്ണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് അറിയുകയാണ് ആ ഷാർക്ക് ഇതുവരെ ചത്തിട്ടില്ല, അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അത് വളർന്നു, അതിന് മക്കളുണ്ടായി, അത് വലിയൊരു കൂട്ടം ആയിട്ട് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ മക്കളും എല്ലാമായി പെരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ നഗരത്തിലേക്കാണ്. ലണ്ടൻ നഗരത്തിൽ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് ഇത് അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഈ പെണ്ണ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ ഈ ഷാർക്ക് അറ്റാക്കുകളും ഷാർക്കുകളുടെ കൂട്ടത്തിൻ്റെ ഒരു അറ്റാക്കുകളും അത് ഒരുപാട് പേരെ കൊല്ലുന്നു, അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂറോളം നല്ല ലാഗ് ഒരു പതുക്കെ സ്ലോ പേസിൽ പോകുന്നൊരു സംഭവമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ബ്ലഡിഷ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഷാർക്കുകളുടെ അറ്റാക്കുകളും എല്ലാം ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് തോന്നി. നല്ല രീതിയിലുള്ളൊരു സിനിമയാണ്. ഷാർക്ക് അറ്റാക്കിങ് മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം, കണ്ടിട്ട് വരിക.